ലീഗില് സാമ്പത്തിക കുറ്റം എന്ന് പറഞ്ഞത് ഒരു കുറ്റമേ അല്ല. ലീഗില് തട്ടിപ്പ് നടത്തുക, മുണുങ്ങുക എന്ന് പറയുന്നത് ഹലാലായ കാര്യമാണ്. ഓനക്ക് സ്ഥാനക്കയറ്റാണ് കൊടുക്കുക. കാരണം എന്താ? ഓൻ നല്ല മെച്ചമുള്ളവനാട്ടോ, എന്താ ഓന്റെ യോഗ്യത? അതാണ് പറയാ ലീഗിന്റെ സാധാരണ പ്രവർത്തനം. എന്നാലും ഓൻ പറ്റിച്ചല്ല. അങ്ങനെ ഓനൊരു സമ്മതിക്കണം കേട്ടോ, ഓനെ സമ്മതിക്കണം. ഇതാടോ ലീഗിൽ പറയാ. അന്ന് സാധാരണ പറയാറില്ലേ നമ്മള് 25 വെള്ളിയാഴ്ചയായിട്ട് പാപ്പ പള്ളിയിൽ പോയിട്ടില്ല, ലീഗിലായിട്ട് കട്ടിട്ടില്ല. എന്നിട്ടല്ലേ പിന്നെ ഇടതുപക്ഷത്ത് വന്നിട്ട് കക്കുക, അഴിമതി നടത്തുക. ഇതുണ്ടെങ്കിൽ ലീഗിലുണ്ടാകുമ്പോ കക്കണ്ടേ, അഴിമതി നടത്തണ്ടേ, ഏതെങ്കിലും ഒരുത്തന്റെ അടുത്ത് 10 റുപ്യ വാങ്ങണ്ടേ? അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ടല്ലേ ഇപ്പോ ഇടതുപക്ഷത്ത് വന്നിട്ട് നടത്തുക. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കള്ളപ്രചരണങ്ങളാണ്. ഞാൻ സംസാരിച്ചത് തെളിവുകൾ വെച്ചാണ്. ഈ തെളിവുകളാണ് എന്നും ഇവർക്കെതിരായിട്ടുള്ളത്. മുസ്ലിം ലീഗും യൂത്ത് ലീഗും നടത്തുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരായി, ആളുകളെ പറ്റിക്കുന്നതിനെതിരായി ഇപ്പൊ ലീഗേര് ഒരുപാട് സംരംഭങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ബിസിനസ് സംരംഭങ്ങൾ, ഷെയർ പിരിക്കാൻ വേണ്ടിയിട്ട്. ലീഗിന്റെ അനുഭാവികളായിട്ടുള്ള നല്ല സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, 5 പൈസ ഷെയർ എന്നും പറഞ്ഞിട്ട് ലീഗേരടുത്ത് നിങ്ങൾ കൊടുത്തു പോകരുത്. 50 കോടിയാണ് TP ഹാരിസ് എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ആൾക്കാരെ പറ്റിച്ചത്. എന്ത് പറഞ്ഞിട്ടാ വാങ്ങിയതെന്നറിയോ? 1 കോടി വാങ്ങി, 2 കോടി വാങ്ങി, 50 ലക്ഷം വാങ്ങി. ജില്ലാ പഞ്ചായത്തിന്റെ വർക്കുകളിൽ ഷെയർ കൂട്ടാം. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. ഇവരൊക്കെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാല് സെക്രട്ടേറിയറ്റിന്റെ അടിയാധാരം പണയം വെച്ച് പൈസ എടുത്ത് പോകൂലേന്ന്. ഈ ഫിറോസ് ഒന്നും കഴിഞ്ഞ തവണ സത്യത്തിൽ അബ്ദുറഹ്മാന് വലിയൊരു സേവന ചെയ്തത്. ഇവനെ പോലുള്ള ആൾ അവിടുന്ന് ജയിച്ചു വന്നിരുന്നെങ്കിൽ പ്രതിപക്ഷത്താണെങ്കിലും എനിക്ക് പ്രശ്നമാവില്ല. സെക്രട്ടേറിയറ്റിന്റെ ആധാരം പണയപ്പെടുത്തി കണ്ട് ഒരു 4 കമ്പനി അമേരിക്കയിൽ തുടങ്ങാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഷെയർ കൊടുക്കരുത്. ഓൽക്കൊരു 10,000-10,000 ഉറുപ്പ്യ കൊടുക്കുക. അതേറ്റ് മുങ്ങുകയാണെങ്കിൽ മുങ്ങിക്കോട്ടെ. 10,000-അപ്പുറത്തേക്ക് 1 ഉറുപ്പ്യ. ലീഗിന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ലീഗിന്റെ ഒരു നേതാവിനെയും ഏൽപ്പിക്കരുത്. ആ പാലിംഗ് കമ്പനി, ഈ ഫാം, ഇപ്പൊ ഒരുപാട് പാലിംഗ് കമ്പനിക്കാരിറങ്ങിക്കുന്നു. ഇവിടെ മിൽമ തന്നെ നിക്കക്കള്ളി ഇല്ലാതെ ഇങ്ങനെ എരിവിരി കൊള്ളുകയാണ്, നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ്. അപ്പോഴാണ് ഒരു പാലിംഗ് കമ്പനിയായിട്ട് ലീഗേരൊക്കെ കൂടി ആകെ 100 കോടി ഉറുപ്പ്യക്ക് ഉള്ള സാധനത്തിന് 10,000 കോടി പിരിക്കു വരും. എന്നിട്ടൊരു 10-15 മാസം എന്തെങ്കിലുമൊക്കെ കൊടുക്കും നക്കാപ്പിച്ച. പിന്നെ പറയും അത് പൊളിഞ്ഞു പറയും. അൽ ഫാത്തിഹ, എല്ലാരും ഫാത്തിഹ ഒന്നും ദ്വാരന്ന് കുടി പോകുക എന്ന് പറയും. അപ്പൊ പൈസ പോകാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ സുഹൃത്തുക്കൾ, മുസ്ലിം ലീഗുകാര് യാതൊരു പ്രൊഫഷണലിസവും ഇല്ലാതെ കച്ചവടം എന്നൊക്കെ പറഞ്ഞു വരുന്നതിൽ വീണുപോകാതെ സൂക്ഷിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.